നൽകാമെന്ന് ആ കരാറിൽ അവർ തമ്മിൽ പിന്നെ ഒരു വാഗ്ദത്തം ചെയ്തു. ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകളുടെ പേരിലാണ് ഇത്തരത്തിലുള്ളൊരു ആരോപണവും കേട്ടിരുന്നു. ഇവരി ഓടുന്ന പൊതുവാഹനങ്ങൾ മുഴുവൻ കത്തിച്ച് തീവച്ച് നശിപ്പിച്ച് അക്രമാസക്തമാക്കി കേരളത്തിന്റെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ആലോചിക്കേണ്ട, ഗൗരവപൂർവം വിലയിരുത്തേണ്ട നിലപാടിലാണ് എന്നാണ് CPM-കാരുടെ ന്യായീകരണം. എന്നാൽ അവരുടെ ഏജൻസികൾ ഇതിലും വലിയ രാഷ്ട്രീയ നെറികേടുകൾ ചെയ്തു പോകുന്ന ഒരു കാലത്താണ് കോടിയേരി ഒരു കൊല്ലത്തോളം ബാംഗ്ലൂർ, പരപ്പന, അഗ്രഹാര ജയിലിൽ പോയി കിടന്നു. ഒരു കൊല്ലം കിടന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് സേവനം നൽകാമെന്നൊരു കരാറിൽ ഏർപ്പെട്ടു എന്നുള്ളതാണ് ഇവര് പരസ്യം. മകൾ ഇത്തരത്തിലുള്ളൊരു ദുരൂഹമായ പശ്ചാത്തലമുള്ളൊരു കമ്പനിയുമായി മുമ്പ് കയറിക്കൂടാ. ശരി. സിനിമാടനം പോലെ ഉണ്ടല്ലോ.
പ്രതിരോധിക്കാനുണ്ടെന്നറിയാമെന്നും പ്രതിരോധത്തിന്റെ കോട്ടകൾ പണിതുകൊണ്ട് തള്ളക്കോഴി കോഴിക്കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് പോലെ മലയജ ശീതള സസ്യശ്യാമളാം മാതരം വന്ദേ മാതരം. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളോട് സഹകരിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഈ ഓഫീസിന്റെ ഉദ്ഘാടനം എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണം എന്നുള്ളത്. നല്ല അതിശക്തമായ ഒരു മുന്നേറ്റം ഈ പഞ്ചായത്തിൽ നമുക്ക് കാഴ്ചവെക്കാൻ സാധിച്ചു. നമ്മുടെ വാർഡ് ബൂത്ത് പ്രസിഡന്റുമാർ മണ്ഡലം ഭാരം തന്നെ നമുക്ക് ഉദ്ഘാടിക്കാൻ സാധിച്ചത്. ഇനിയുള്ള പേരിൽ ഒരു മന്ദിരം പണിയണമെന്ന നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് ഈ സ്ഥലത്തിന് ഇതിനുവേണ്ടി സ്ഥലം അന്യമായി സ്വാഗതം ചെയ്യുകയാണ്. ൊപ്പം ഞങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന പ്രിയങ്കരനായ ശ്രീ കരിമ്പിൽ കിഷാട്ടിനെ വളരെ ഹർഷാരോഗത്തോടു കൂടി തന്നെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മറ്റ് വേദിയിലുള്ള മറ്റ് വിശിഷ്ട വ്യക്തികളെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ കോൺഗ്രസ് പ്രവർത്തകരെ, നാട്ടുകാരെ, സമയം ഏറെ വൈകി, അതുകൊണ്ടാണ് അധികം നീട്ടി സംസാരിക്കാത്തത്. ബുദ്ധിമുട്ട് മനസ്സിലാക്കി നമ്മൾ ശ്രീ കെ നാരായണൻ അവരെ കണ്ട്, നമ്മുടെ ഇഷ്യ സെക്രട്ടറി ആയിരുന്ന അദ്ദേഹത്തെ കണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുകയും തൽക്കാലത്തേക്ക് ഒരു വാടകയില്ലാതെ റൂം നമുക്ക് അനുവദിച്ചു തരികയും ചെയ്തിരുന്നു. ആ ഇലക്ഷൻ നമുക്ക് ഭരണത്തിന് അടുത്തെത്താൻ വേണ്ടി സാധിച്ചു. ഈ പ്രദേശത്തെ ഓരോ കോൺഗ്രസ് പ്രവർത്തകന്റെയും ജനാധിപത്യ വിശ്വാസികളുടെയും വിയർപ്പും ചോരയുമാണ് ഇതിനടുത്തുള്ളത്. അതുകൊണ്ട് ഈ ബിൽഡിങ്ങിന്റെ മുൻ DCC പ്രസിഡന്റും MLA എന്ന നിലകളിൽ പ്രവർത്തിച്ച ശ്രീ KP കുഞ്ഞിക്കണ്ണൻ, ശ്രീ കരിമ്പിൽ കുഞ്ഞമ്പുവിന്റെ മകനും സേവാദൾ ബ്ലോക്ക് 1964 മുതൽ 1979 വരെ കിനാനൂർ കരിന്തളം പഞ്ചായത്തിന്റെ പ്രസിഡന്റായും മലയോര മേഖലയിലെ ആയിരക്കണക്കിന് ആളുകൾക്ക് അക്ഷര വെളിച്ചമേകാൻ ഒട്ടേറെ വിദ്യാഭ്യാസ ഇതുപോലൊരു കൊട്ടാരം, ഇത് ഓഫീസല്ല, കൊട്ടാരാണ്. ഈ ഒരു കൊട്ടാരം പണിയാൻ നിങ്ങൾക്ക് ഇവിടെ സാധിച്ചു എന്ന് പറയുമ്പോൾ ഒരു അവിശ്വസനീയമായ കഥയായിട്ട് എനിക്ക് തോന്നുകയാണ്. പക്ഷെ എനിക്കറിയാം ഇവിടുത്തെ കോൺഗ്രസിന്റെ സ്പിരിറ്റ്, കോൺഗ്രസിന്റെ പിന്നിലുള്ള ആവേശം എന്നും ശ്രീ കരിമ്പിൽ കുഞ്ഞമ്പു എന്ന നമ്മുടെ പഴയ നേതാവാണ് എന്ന് നിങ്ങൾക്കറിയാം. എനിക്ക് വ്യക്തിപരമായി വളരെയേറെ ബാധ്യതപ്പെട്ട, ഞാനൊരു കുടുംബത്തിലൊരു അംഗം പോലെയാണ്. സ്വന്തം ഒരു കുടുംബം പോലെ ഞാൻ വർഷങ്ങളോളം ഈ കുടുംബത്തോട് ഞാൻ ഒട്ടിച്ചേർന്ന് നിന്നിട്ടുണ്ട്. ഒരുപാട് ഞാൻ കുഞ്ഞമ്പുവേട്ടനെ കുറിച്ച് ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു മനുഷ്യനെ കാണാൻ സാധിക്കില്ല. നാട് വിറ്റ് നാട് കയ്യിലെടുത്ത് രാജാവിനെ പോലെ ജീവിക്കേണ്ട ഒരാൾ. ആ നാടും ഭൂമിയും പാവപ്പെട്ട കർഷകന്മാർക്ക് നൽകി, വീട്ടിലുള്ള പശുക്കളെയും പശുക്കളെ കുട്ടിയെയും പാവപ്പെട്ടവർക്ക് നൽകി, അവരെയെല്ലാം പ്രോത്സാഹിപ്പിച്ച് അവരോടൊപ്പം നിന്ന് അവരിൽ ഒരാളായി ജനത്തിന്റെ മനസ്സിനെ കയ്യിലെടുത്ത ഒരു നേതാവ്. അപൂർവതയിൽ അപൂർവമാണ് ശ്രീ കരിമ്പിൽ കുഞ്ഞമ്പുവിനെ പോലെ ഒരു നേതാവ്. എനിക്ക് വ്യക്തിപരമായി ഒരുപാട് ബാധ്യതയുണ്ട് അദ്ദേഹത്തോട്. ഞാൻ ലോ കോളേജിൽ, മംഗലാപുരം ലോ കോളേജിൽ LLBക്ക് പഠിക്കാൻ അവിടെ സീറ്റ് ഉണ്ടാക്കിയതും അവിടെ താമസിക്കാൻ എനിക്ക് താമസിക്കാനുള്ള ഒരു ഗസ്റ്റ് ഹൗസ് ജീവിതത്തിൽ ഞാൻ എവിടെയും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. അങ്ങനെ ഒരു മനുഷ്യൻ ഇനി ഒരു ജന്മം ഉൾക്കൊണ്ടാൽ പോലും കരിമ്പിൽ കുഞ്ഞമ്പു ആവും എന്ന് ഞാൻ കരുതുന്നില്ല. കരിമ്പിൽ കുഞ്ഞമ്പുവിന്റെ ആരാധകരും
കരിമ്പൂർ കുഞ്ഞമ്പുവിന്റെ എല്ലാ സഹായങ്ങളും ലഭിച്ചവരുമാണ് നീലേശ്വരം ഭാഗത്തുള്ള ഈ കുമ്പളപ്പള്ളി ഭാഗത്തുള്ള മുഴുവൻ കർഷകരായാലും മുഴുവൻ പാവപ്പെട്ടവരായാലും അവർക്കൊക്കെ കരിമ്പൂർ കുഞ്ഞമ്പുവിന്റെ കുടുംബത്തോട് കടപ്പാടും ബാധ്യതയുമുള്ള സംഭവമാണ് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്കൊരു ദിവസം ഞാനിവിടെ വന്നു, ഞാൻ തിരിച്ചു പോകാൻ നോക്കുമ്പോൾ എന്റെ വണ്ടി മിസ്റ്റേക്കായി. അപ്പോൾ എന്നോട് പറഞ്ഞു ആ വണ്ടി എടുത്തിട്ട് പോടുമെന്ന് പറഞ്ഞു. ആ ജീപ്പ് എടുത്തിട്ട് ഞാനങ്ങ് പോയി. ഞാൻ ജീപ്പ് തിരികെ കൊണ്ടുവന്ന് പോകാൻ പറഞ്ഞു, എനിക്കിടെ വെക്കണ്ട, നീ എന്നെ എടുത്തുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ജീപ്പൊക്കെ നിസ്സാരമായി എഴുതി തള്ളുന്ന ഒരു നേതാവ് പാർട്ടിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു അദ്ദേഹം എന്ന് പറയാൻ സാധിക്കില്ല. ഒരു കാലത്ത് കണ്ണൂർ ജില്ലയിലെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയെ നിയന്ത്രിക്കുന്നതും നിശ്ചയിക്കുന്നതും ശ്രീ കരിമ്പൂർ കുഞ്ഞമ്പുവാണ്. കരിമ്പൂർ കുഞ്ഞമ്പ് പറയുന്ന ആളാണ് DCCന്റെ പ്രസിഡന്റ്. കരിമ്പൂർ കുഞ്ഞമ്പ് പറഞ്ഞ ആളുകൾ അല്ലെങ്കിൽ അവിടെ DC പ്രസിഡന്റ് ആരും വന്നിട്ടില്ല. ഞങ്ങളുടെ ഓർമ്മ ശരിയാണെങ്കിൽ മുഴുവൻ ആളുകളും കരിമ്പൂർ കുഞ്ഞമ്പേട്ടന്റെ കാലഘട്ടത്തിൽ കണ്ണൂർ ജില്ലയിലെ DCCയുടെ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ നോമിനിയാണ് എന്നതാണ് സത്യം. അങ്ങനെ അത്രമാത്രം സ്വാധീനത പാർട്ടി പ്രവർത്തകരിലും നേതാക്കളിലും വെച്ചു പുലർത്താൻ സാധിച്ച, അത്രയേറെ ജനങ്ങളുടെ പിന്തുണ പിൻപറ്റിയ ഒരു നേതാവ്, അത്രയധികം ദരിദ്രന്മാരായ ആളുകളെ സഹായിക്കാൻ വാഴ കൊടുത്തും കൃഷിക്ക് സഹായം ചെയ്തും ആടിനെ കൊടുത്തും എന്താ പറയാ നമ്മളെ പശുക്കുട്ടിയെ കൊടുത്തും എല്ലാം അദ്ദേഹം ഈ കുടുംബങ്ങളെ പോറ്റി വളർത്തിയ ഒരു പാരമ്പര്യം വേറൊരു നേതാവിനില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ മണ്ണിൽ അദ്ദേഹം ഒരിക്കലും വിസ്മരിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമല്ല. എന്നും വിസ്മയത്തിന്റെ ലക്ഷ്യത്തിൽ നിങ്ങളെല്ലാം നോക്കിക്കാണുന്ന ഒരു അപൂർവ ജീവചരിത്രമാണ് ശ്രീ കരിമ്പൂർ കുഞ്ഞമ്പുവിന്റെ ജീവചരിത്രം എന്ന് പ്രിയപ്പെട്ട നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ പേരിലാണ് നിങ്ങൾ ഈ ഓഫീസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേരിൽ ഓഫീസ് എടുത്താൽ ഈ ഓഫീസ് കുഞ്ഞമ്പാട്ടൻ അദ്ദേഹത്തിന്റെ ജീവിതം എന്തിനു വേണ്ടി മാറ്റിവെച്ചോ, എന്തിനു വേണ്ടി ഒഴിഞ്ഞുവെച്ചോ ആ കാര്യങ്ങളും കർമ്മങ്ങളും മുഴുവൻ ഏറ്റെടുക്കാൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്ക് ബാധ്യതയുണ്ട്. അത് ഏറ്റെടുക്കണം. അത് ഏറ്റെടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ സ്ഥാനം ഒഴിഞ്ഞു പോകണം എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ്. അരിയില്ലാത്തവനുണ്ടോ, അരി ഉണ്ടാക്കി കൊടുക്കണം. മരുന്നില്ലാത്തവനുണ്ടോ, മരുന്നുണ്ടാക്കി കൊടുക്കണം. ഇതൊരു ആതുര സേവന കേന്ദ്രമായി ഈ ഓഫീസിനെ മാറ്റണം. രാഷ്ട്രീയം മാത്രമല്ല, പാവപ്പെട്ടവന്റെ ജീവിതത്തെ സംരക്ഷിക്കുകയാണ് രാഷ്ട്രീയം. ആ രാഷ്ട്രീയമായിരിക്കണം കരിമ്പൂർ കുഞ്ഞമ്പുവിന്റെ സ്മാരക മന്ദിരത്തിൽ നിങ്ങൾ നടത്തേണ്ടത് എന്ന് എല്ലാ ആളുകളെയും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്.